പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 27-28 വചനങ്ങളിൽ ഇങ്ങനെ നാം വായിക്കുന്നു. ഇത് പറയുമ്പോൾ പുരുഷാരത്തിൽ ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട്, നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞു. അതിന് അവൻ, അല്ല, ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവർ അത്രേ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്രനായി ഈ ഭൂമിയിൽ മനുഷ്യരൂപത്തിൽ ഭൂജാതനായി നമുക്ക് വേണ്ടി യേശു കർത്താവ് ജനിച്ചു. എന്നാൽ ആ യേശു കർത്താവാണ് എൻ്റെ ദൈവം. അല്ലായെങ്കിൽ ഞങ്ങൾ പാരമ്പര്യമായി ക്രിസ്ത്യാനികളാണ്. ഇത്ര വർഷങ്ങളായി കർത്താവിനെ ആരാധിക്കുന്നു. ഞങ്ങളുടെ ദേശത്ത് നിന്ന് ആദ്യമായി ഞങ്ങളാ യേശുവിനെ അറിഞ്ഞത്. ഞങ്ങളുടെ കുടുംബം മുഴുവനും ഞങ്ങളെല്ലാവരും പാരമ്പര്യ ക്രിസ്ത്യാനികളാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ ആമേൻ, സ്തോത്രം, യേശുവിൻ്റെ പക്ഷത്തിലുള്ളവർ എന്ന് നാം മറ്റുള്ളവരുടെ മുൻപിൽ പ്രദർശിപ്പിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ആമേൻ. ഇവിടെ വായിക്കുന്നു, ഒരു സ്ത്രീ പുരുഷാരത്തിൽ നിന്ന് യേശുവിനോട് വിളിച്ചു പറയുക, നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളവ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യേശു പറഞ്ഞു, അല്ല, ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവർ അത്രേ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതെ, ദൈവം നമ്മുടെ പക്ഷത്തുണ്ട് എന്ന് നമുക്ക് ഉറപ്പ് വരണമെങ്കിൽ നാമും കർത്താവിൻ്റെ പക്ഷത്തുള്ളവരായിരിക്കണം. ലോകവും ദൈവവും അല്ലായെങ്കിൽ ആമേൻ, സ്തോത്രം, ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ നമുക്ക് കഴിയുകയില്ല. ദൈവത്തിൻ്റെ വചനം നാം യഥാർത്ഥമായി കേട്ട് ഗ്രഹിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ പ്രമാണിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ നാം അത്രേ ഭാഗ്യവാന്മാർ. നാം ആരായിരുന്നാലും ചിലപ്പോൾ നമുക്ക് യേശു കർത്താവിനെ കുറിച്ച് അത്ര അറിവില്ലായിരിക്കാം. ആമേൻ, വലിയ തിയോളജിക്കൽ സ്തോത്രം നോളജ് ഒന്നും നമുക്കില്ലായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നും ക്രിസ്ത്യൻ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ലായിരിക്കാം. എന്നാൽ ആ യേശുവിൻ്റെ സ്നേഹം രുചിച്ചറിഞ്ഞിട്ടുണ്ടോ? യേശുവിൻ്റെ തിരുവായ് മൊഴികളെ, യഥാർത്ഥ ദൈവത്തിൻ്റെ വചനമെന്ന് പറഞ്ഞത് കേൾക്കുവാനും ആ കേൾക്കുന്നത് വിട്ടുകളയാതെ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് അത് പ്രമാണിക്കുവാനും നമുക്ക് കഴിയുന്നുണ്ടോ? എങ്കിൽ നാം ആരായിരുന്നാലും ആമേൻ, നാം അത്രേ ഭാഗ്യവാന്മാർ. ഈ നാളുകളിൽ ഈ 2025 വർഷത്തിൻ്റെ പ്രാരംഭ ചൊവ്വാഴ്ച കണ്ട് നമുക്ക് ഈ അവസാനത്തെ ചൊവ്വാഴ്ച കാണുവാൻ കർത്താവ് ഭാഗ്യം നൽകി. ഈ ദിവസം വരെയും നാം ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രമാണിച്ച് അങ്ങനെ ജീവിച്ച് ആ ഒരു ഭാഗ്യപദവിയിൽ നാം നിൽക്കുന്നുണ്ടോ? അതോ യേശുവിനോട് കൂടെ പറ്റിച്ചേർന്ന് ജീവിച്ചു, എനിക്ക് ഇത്രയും നന്മകൾ ലഭിച്ചു, ഇത്രയും അനുഗ്രഹങ്ങൾ പ്രാപിച്ചു, ഇത്രയും മാനിക്കപ്പെട്ടു, ഉയർത്തപ്പെട്ടു, അതുകൊണ്ട് ഞാൻ ഭാഗ്യമുള്ളവൻ, ഞാൻ ഭാഗ്യവാൻ, ഭാഗ്യവതി എന്ന് പറഞ്ഞ് നാം തൃപ്തിയോടെ ഇരിക്കുകയാണോ? അല്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറയും, ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവൻ അത്രേ ഭാഗ്യവാന്മാർ. ഈ വർഷം തീരുവാൻ ഇനി 2 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ദിവസം ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. എവിടെയെങ്കിലും നാം ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് അതിനെ വിട്ടുകളഞ്ഞിട്ടുണ്ടോ? ആമേൻ, സ്തോത്രം, അതിനെ പുറംതള്ളിയിട്ട് ദൈവത്തിൻ്റെ വാക്കുകൾക്കും ദൈവത്തിൻ്റെ ആലോചനകളോട് മറുതലിച്ച് മനുഷ്യൻ്റെ വാക്കുകളെ ശ്രദ്ധയോടെ കേട്ട് അതിൻ പ്രകാരം ചലിച്ച് ജീവിതത്തിൽ നാം മുന്നേറി വന്നിട്ടുള്ളവരാണോ? ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ആമേൻ. ദൈവത്തെ അനുസരിക്കുന്നതിനേക്കാൾ ഉപരി നാം മനുഷ്യരെ അനുസരിച്ചിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വാക്കുകളെക്കാൾ ഉപരി മനുഷ്യൻ്റെ വാക്കുകളെ നാം വിശ്വസിച്ചിട്ടുണ്ടോ?
ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ചട്ടങ്ങളും ന്യായങ്ങളും പ്രമാണങ്ങളും അനുസരിക്കാതെ മാനുഷികമായ പ്രമാണങ്ങൾക്ക് കീഴ്പ്പെട്ട് ആമേൻ ലോക ഇൻപങ്ങളിൽ അടിമപ്പെട്ട് ജീവിക്കുന്നവരാണോ? ദൈവകരങ്ങളിൽ ഇന്ന് തന്നെ നമ്മെ സമർപ്പിച്ചു കൊടുക്കുമെങ്കിൽ യേശു കർത്താവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളവ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാതാവായ മറിയെക്കുറിച്ചാണ് പറയുന്നത്. ആ സ്ത്രീ പറയുക, മറിയ ഭാഗ്യമുള്ളവൾ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. എന്നാൽ മറിയയും ദൈവത്തിൻ്റെ വചനം കേട്ട് അത് പ്രമാണിച്ച ഒരു വ്യക്തിത്വമായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 38-ാം വചനത്തിൽ നാം വായിക്കുന്നു, അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവിൻ്റെ ദാസിയാണ് ഞാൻ, കർത്താവിൻ്റെ അടിമയാണ് ഞാനെന്ന ഒരു സമർപ്പണവും ആമേൻ കർത്താവിൻ്റെ വാക്കുപോലെ ആ വചനം പോലെ എൻ്റെ ജീവിതത്തിൽ ഭവിക്കട്ടെ എന്ന് ആമേൻ ആ വാക്ക് കേട്ട് അതിന് തന്നെ സമർപ്പിച്ചൊരു വ്യക്തിത്വമായിരുന്നു മറിയ. മാത്രമല്ല ലൂക്കോസിന്റെ സുവിശേഷം ആമേൻ 2-ാം അധ്യായം അതിൻ്റെ 19-ാം വചനത്തിൽ വായിക്കുന്നു, മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നു. യേശുവിനെ കുറിച്ച് ദൂതന്മാരും ഇടയന്മാരും ആമേൻ ശാസ്ത്രിമാരും ഒക്കെ വന്ന് പറഞ്ഞ കാര്യങ്ങൾ ആമേൻ മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതിനെ ധ്യാനിച്ചു കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പുറമേയുള്ള കാര്യങ്ങളെയല്ല നാം നോക്കേണ്ടത്, പുറമേയുള്ള ഭക്തിയല്ല, പുറമേയുള്ള ആമേൻ ദൈവത്തോടുള്ള അറ്റാച്ച്മെൻ്റ് അല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹൃദയത്തെ പരിശോധിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം യഥാർത്ഥമായി ആമേൻ നല്ല ഹൃദയത്തോടെ ആമേൻ സ്തോത്രം 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 ആമേൻ നല്ല നിലമായി നമ്മുടെ ഹൃദയത്തെ നാം ആക്കി തീർത്തുകൊണ്ട് ആ വിത്തുകളെ, വചനമാകുന്ന വിത്തുകളെ, ദൈവത്തിൻ്റെ ഓരോ വാക്കുകളെ നാം കേട്ട് അത് പ്രമാണിച്ച് അതിൻ പ്രകാരം നാം ജീവിക്കുന്നവരാണെങ്കിൽ നാം അത്രേ ഭാഗ്യവാന്മാർ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിലും കർത്താവ് നമ്മെ അനുഗ്രഹിക്കും, നമ്മെ മാനിക്കും. ആമേൻ വചനം കേട്ട് പ്രമാണിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ഒരു നാളും ലജ്ജിച്ചു പോകുവാൻ കർത്താവ് സമ്മതിക്കുകയില്ല. ആമേൻ സ്തോത്രം സ്തോത്രം സ്തോത്രം. വയ്യാലും കാത്തിരിക്കുക, തക്ക സമയമാകുമ്പോൾ കർത്താവ് നമ്മെ ഉയർത്തും, അനുഗ്രഹിക്കും. എന്നാൽ ഈ ഭാഗ്യപദവിയുള്ളവർ ആമേൻ സ്വർഗരാജ്യത്തിലും എത്തിച്ചേരുവാനിടയായി തീരും. ഹല്ലേലൂയ. കണ്ണുനീരില്ലാത്ത, കഷ്ടതയില്ലാത്ത, രോഗമില്ലാത്ത, ദുരിതമില്ലാത്ത, മരണമില്ലാത്ത ആ സ്വർഗരാജ്യത്തിൽ ചെന്ന് ആ സ്വർഗീയമായ അനുഭവങ്ങളിൽ അവൻ പ്രാപിക്കുവാനും സന്തോഷിക്കുവാനും ദൈവവചനം കേട്ട് പ്രമാണിക്കുന്ന ആമേൻ വ്യക്തികൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ആയതിനാൽ യേശു കർത്താവിൻ്റെ വാക്ക് പൂർണ്ണമായി വിശ്വസിച്ച് ഈ ആമേൻ ഭാഗ്യപദവിയിലേക്ക് നമുക്ക് എത്തിച്ചേരാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പുറമേ കർത്താവ് ഞാൻ യേശുവിൻ്റെ പക്ഷത്തുള്ളവനാണ്, ആമേൻ സ്തോത്രം സ്തോത്രം സ്തോത്രം, ആമേൻ ഞാനൊരു ക്രിസ്ത്യാനിറ്റി അനുഭവത്തിലുള്ളവനാണ് എന്ന് പറയാതെ കർത്താവെ, ഹൃദയംഗമായി കർത്താവെ സ്തോത്രം, ഈ ജനമൻ അതരം കൊണ്ട് ബഹുമാനിക്കുന്നു, ഹൃദയമോ ഇതിൽ നിന്ന് അകന്നിരിക്കുന്നു എന്ന് അങ്ങ് ദുഃഖിക്കുമ്പോൾ കർത്താവെ, ഹൃദയംഗമായി അങ്ങയുടെ വചനത്തെ കർത്താവെ സ്തോത്രം കേട്ട് അതിനെ ഗ്രഹിച്ച് ഓരോ ദിവസവും വചനം പ്രമാണിച്ച് ജീവിച്ച് കർത്താവെ, ഞങ്ങളുടെ പ്രിയ മക്കളായ അങ്ങേക്ക് പ്രസാദമുള്ളവരായി കർത്താവ് ഈ ഭൂമിയിലും സ്വർഗരാജ്യത്തിലും അവകാശങ്ങൾ പ്രാപിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്ന കൃപകൾക്കായ സ്തോത്രം. അതിനാൽ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. അതുകൊണ്ട് വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ട വചനങ്ങളെ അധികം ശ്രദ്ധയോടെ കരുതിക്കൊണ്ടതിന് പ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവെ, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ആമേൻ. മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ടും ജീവിക്കുമെന്ന വചനപ്രകാരം യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലും വചനത്താലും ഞങ്ങൾ ജീവിച്ച അപ്പം അനുഗ്രഹത്തിലും വരുത്തലുമുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ദൈവം സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. താഴ്ത്തുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദയതോന്നി പ്രാർത്ഥന കേൾക്കണം. സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ ആമേൻ ആമേൻ. May God bless you all.